വെറും 4 ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു കാരമൽ പുഡിങ്ങിൻ്റെ. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇനി വേണ്ടത് 1 സ്പൂൺ വാനില എസൻസ് ആണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഈ 3 ഇൻഗ്രീഡിയൻസിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് എടുക്കേണ്ട പാലും റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെയായിരിക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ ഒരു മിക്സിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പുഡിങ് ഞാൻ തയ്യാറാക്കുന്നത് ചോറ്റും പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഉപയോഗിക്കുന്ന ചോറ്റും പാത്രം നമുക്കൊന്ന് ആദ്യം ബട്ടർ തേച്ചെടുക്കാം. ചോറ്റും പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ബട്ടർ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ 4 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ പഞ്ചസാരയുടെ കളറെല്ലാം ചെറുതായി മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയുടെ കട്ടകളെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2 സെക്കൻഡും കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് കളറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കമർപ്പും കൂടെ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ ചൂട് തന്നെ നമുക്കിത് ചോറ്റും പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോഴും കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ കേക്ക് ടിന്നോ ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രേയോ ഏതായാലും അതൊന്ന് തയ്യാറാക്കി എടുക്കണം. ശേഷം ആ ചൂടിൽ തന്നെ വേണം സിറപ്പ് അതിലേക്ക് മാറ്റാൻ. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ചെടുക്കാം. അതിന് നമുക്ക് ചോറ്റും പാത്രത്തിൻ്റെ അടപ്പ് ഉപയോഗിച്ച് തന്നെ ഇതിനെ അടച്ചെടുക്കുകയാണ്. ശേഷം ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ആവിയിൽ വേവിക്കാനായിട്ട് അപ്പച്ചമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലെ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം ചോറ്റും പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇതിനെ അടച്ചെടുത്ത് ഒരു 35 മിനിറ്റ് നമുക്കിതിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. 35 മിനിറ്റ് കുക്കിംഗ് ടൈം കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഇതിൽ നിന്ന് ചോറ്റും പാത്രം എടുത്ത് മാറ്റേണ്ടത്. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ശേഷം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 4 മുതൽ ഒരു 6 മണിക്കൂർ വരെയാണ് ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പരുവാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുഡിംഗ് എല്ലാം കറക്റ്റ് പരുവത്തിൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് വിടിയിപ്പിക്കുക. ശേഷം ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലേറ്റിലേക്ക് കറക്റ്റ് പരുവത്തിൽ ഇത് വിട്ടുപോരും. ഒരു കാരമൽ പുഡിങ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം തയ്യാറാക്കുന്ന കേട്ടോ നല്ലത്. അതിൻ്റെ കാരമൽ സിറപ്പൊക്കെ കറക്റ്റായിട്ട് അതിലേക്ക് ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് പുഡിങ് കിട്ടാനാണ് എപ്പോഴും തലേ ദിവസം ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു പുഡിങ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം മറക്കാതെ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.